റസൂൽ പറഞ്ഞ വാക്കാണ്. ഇന്നത്തെ പാതിരാവിലും ഭാര്യ ഉറങ്ങിക്കഴിഞ്ഞാൽ നമസ്കാരവും നോമ്പും നിസ്കാരം തയമ്പും വെച്ച് വീണ്ടും തിന്മയുടെ ലോകത്തേക്ക് സ്വകാര്യമായി പോകാൻ ഏതെങ്കിലും മനസ്സുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരറിയേണ്ടതാണ്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു സമൂഹത്തെ എനിക്കറിയാം, ഒരു സമുദായത്തെ നമുക്കറിയാം. എന്റെ സമുദായത്തിൽ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽപ്പെട്ടവരാണ് അവർ. ഖിയാമത്ത് നാളിൽ അവർ വരും ഏറ്റവും വെളുത്തു നിൽക്കുന്ന തിഹാമ പർവ്വതത്തിന്റെ സമാനമായ പുണ്യങ്ങളുമായിട്ട് അവർ പരലോകത്ത് വരും. പരലോകത്ത് വന്നു കഴിഞ്ഞാലോ അള്ളാഹു അവരുടെ നന്മകളെ അവരുടെ നന്മകളെ, അവരുടെ തഹജ്ജുദുകളെ, അവരുടെ നോമ്പുകളെ, അവരുടെ നമസ്കാരങ്ങളെ ധൂളികളാക്കി പറത്തിക്കളയുന്നതാണ്. സൂത്രരെ സഹിക്കാൻ പറ്റുമോ? കൊടുത്ത സംഭാവനകൾ ഓർത്തു നോക്ക്, നിസ്കരിച്ച നമസ്കാരങ്ങൾ ഓർത്തു നോക്ക്, പങ്കെടുത്ത ജമാഅത്തുകൾ ഓർത്തു നോക്ക്. ഇതിന്റെ മുഴുവൻ പുണ്യങ്ങളും നഷ്ടപ്പെടും. സൗബാൻ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു, സിഫ്ലനാ റസൂലേ, ആരാണവർ? ഇതൊക്കെ ചെയ്തിട്ട് നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോകുന്നവരാരാണ്? അമാ ഇന്നഹും ഇഖ്വാനു, നിങ്ങളുടെ സഹോദരന്മാരാണവർ. വമിൻ ജിൽദതിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണവർ. വയഖുദൂന മിനൽ ലൈലി കമാ തഖുദൂൻ, നിങ്ങൾ നമസ്കരിക്കുന്നത് പോലെ രാവിൽ നമസ്കരിച്ചവരാണവർ. വലകിന്നഹും അഖ്വാമുൻ, പക്ഷേ അവരൊരു ജനതയാണ്. ഇദാ ഖലൗ ബിമഹാരിബില്ലാഹി ഇൻതഖുഹാ, അവർക്ക് സ്വകാര്യ നിമിഷങ്ങൾ കിട്ടിയാൽ ഫോണും അവരും ഒറ്റക്കായാൽ, തന്റെ സുഹൃത്തുക്കളോടൊപ്പം ഒരു അന്യനാട്ടിൽ ടൂറായി തമ്പടിച്ചാൽ, ഏതെങ്കിലും അന്യനാട്ടിലെ ഹോട്ടൽ മുറിയിൽ ഒറ്റയ്ക്കു ചേർന്നാൽ അവർക്ക് നിഷിദ്ധങ്ങൾ പ്രശ്നമല്ല, അള്ളാഹുവിന്റെ നിഷിദ്ധങ്ങളെ അവർ പിച്ച് ചിന്തിക്കളയും. അവിടെ പരമെന്താണ് സുഹൃത്തുക്കളെ? അവിടെ നന്മകളെ ഹബാഅൻ മൻസൂറ, അതിനെ ധൂളികളാക്കി പറത്തിക്കളയും. സഹിക്കാൻ പറ്റുമോ സുഹൃത്തുക്കളെ? നിസ്സാരമായ